ഓക്കെ, സോ ഈ വർഷത്തെ ആദ്യത്തെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്ന ഫോണാണ് വൺ പ്ലസിൻ്റെ ലേറ്റസ്റ്റ് ഇതല്ലല്ലോ നമ്മളിന്ന് കാണാൻ പോകുന്ന ഫോണാണ് വൺ പ്ലസിൻ്റെ അതേ ഇരിക്കുന്നു. നമ്മളിന്ന് കാണാൻ പോകുന്ന ഫോണാണ് വൺ പ്ലസിൻ്റെ ലേറ്റസ്റ്റ് OnePlus 13. ഇതേത് വൺ പ്ലസ് ഫോണാണെന്ന് പറയാൻ പറ്റും? ഈ കാണുന്ന നീല വൺ പ്ലസ് ഫോൺ. കറക്റ്റ് ഉത്തരം പറയുന്ന ആൾക്ക് ഞാനൊരു ഉണ്ടംപൊരി വാങ്ങിച്ചു തരാം. ഓക്കെ, സോ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സോ ഗൂഗിൾ ആൻഡ് ആപ്പിൾ ആൻഡ് സാംസങ് ചെയ്തതുപോലെ വൺ പ്ലസും ഒരു ട്രേഡ് മാർക്ക് ഡിസൈൻ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ ഒരു സർക്കുലർ ക്യാമറ മോഡൽ 3 യെസ്, ഇത്തവണ ഇത് ഏതാണെന്ന് മനസ്സിലായി. ഓക്കെ, സോ ഇത് OnePlus 11 ആണ്. എനിവേ, ഇത്തവണ ഈ ക്യാമറ മോഡലിൻ്റെ സൈഡിലുള്ള ഈ സംഭവം കണ്ടോ, ആ കണക്ഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്തവണ അതാ കണ്ടില്ലേ, സർക്കുലർ മോഡ്യൂൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫ്രാങ്ക്ലി, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇറ്റ്സ് വെരി വെരി നൈസ് ആക്ച്വലി. നല്ലൊരു കളറാണെങ്കിലും ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു വീഗൻ ലെതർ ഫിനിഷ്, ഞാൻ ആക്ച്വലി 10,000, 15,000, 20,000, 30,000, 40,000, 50,000 ഈവൻ ഫ്ലാഗ്ഷിപ്പ് ലെവൽ വീഗൻ ലെതർ ബാക്കുള്ള ഫോൺസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദി ബെസ്റ്റ് വീഗൻ ലെതർ ഫിനിഷ്. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ദി ബെസ്റ്റ് ആണ്. അതിൻ്റെ കാരണം മൈക്രോ ഫൈബർ വീഗൻ ലെതർ ആണ് ഇട്ടിരിക്കുന്നത്. ഇതേ ഫിനിഷിൽ ഇതാ കണ്ടില്ലേ, ഇത് ബേസിക്കലി വൺ പ്ലസിൻ്റെ ലേറ്റസ്റ്റ് OnePlus Buds Pro 3 എന്ന TWS ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഞാൻ ഈ ഒരു TWSും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിവേ, സോ നല്ല മാച്ചിങ് കളറിലാണ് ഈ രണ്ട് ഡിവൈസുകളും വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിലുള്ള വീഗൻ ലെതർ, അതായത് വീഗൻ ലെതർ ചീപ്പ് ലുക്കാണ് തരുന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണ്? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഈ കാണുന്ന 2 കളർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ ഈ ഫോൺ ഫ്ലാഗ്ഷിപ്പ് ലെവൽ IP68 ആൻഡ് IP69 റേറ്റിംഗുമായാണ് വരുന്നത്. OnePlus 12 കമ്പയർ ചെയ്യുമ്പോൾ ഈ സൈഡിലുള്ള മെറ്റൽ ഫ്രെയിം ഉണ്ടല്ലോ, ഇത് കണ്ടില്ലേ, ഇതാണ് OnePlus 12, ഇതാണ് OnePlus 13. സോ OnePlus 13 കുറച്ചും കൂടി അവർ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഐഫോണിൻ്റെ അത്രയും ഭയങ്കര വലിയ ഫ്രെയിമൊന്നും അല്ലെങ്കിലും ഒരു ഫ്ലാറ്റ് ഡിസൈനാണ് ഇത്തവണ വരുന്നത്. കയ്യിലെടുക്കാൻ നല്ല രസമുണ്ട്, നല്ലൊരു പ്രീമിയം ഫീലാണ് തരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു കേസ് ഇടുമ്പോൾ ഭയങ്കര ലുക്കുള്ള കേസാണ്. റിയലി ലൈക്ക് ദിസ് കേസ്. ആക്ച്വലി ഈ കേസ് ഇട്ടുകൊണ്ട് ഞാൻ 1-2 ഷോർട്സും റീൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലർക്ക് മനസ്സിലായി OnePlus 13 ആണെന്ന്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ ഏതാണ് ഈ ഫോൺ? ഇതായിരുന്നു ആ ഒരു ഫോൺ. പിന്നെ ഒരു കാര്യം, ഈ കേസ് ബോക്സിൽ കിട്ടുന്ന കേസ് അല്ല കേട്ടോ, ഇത് സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. കാരണം ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, ബോക്സിൽ വരുന്ന കേസ് ഈ ഒരു കേസാണ്. അതും നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ്. ബാക്കി ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, 100 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജർ ആൻഡ് Type-C ചാർജിങ് കേബിൾ. ഞാൻ ഇപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു തരാം. ഞാൻ ഈ ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം റിയലി ഹാപ്പി ആൻഡ് റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഫോൺ. ഇതൊരു പെർഫെക്റ്റ് ഫോണാണോ? എല്ലാം നല്ലതാണോ? അല്ല, കുറച്ച് കുറവുകളുണ്ട്, അതെല്ലാം എടുത്ത് പറയാം. പക്ഷേ ഓവറോൾ ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഫോൺ. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. ഗുഡ് ജോബ് OnePlus. ഓക്കെ, അറിയാമല്ലോ, ബേസിക്കലി കളർ OS ആണ്. സോ ഓപ്പോ ആണെങ്കിലും OnePlus ആണെങ്കിലും റിയൽമി ആണെങ്കിലും അതിൻ്റെ ബേസിൽ കളർ OS ആണ്. പക്ഷേ ഓക്സിജൻ OSൻ്റെ ടച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സെറ്റിംഗ്സിൽ കയറിയിട്ട് നമ്മൾ 2 ടോൺ സെലക്ട് ചെയ്താൽ നമ്മുടെ പണ്ടത്തെ OnePlusൻ്റെ ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ എടുത്തിട്ട് OnePlus ഈക്വൽ എന്ന് ടൈപ്പ് ചെയ്താൽ കണ്ടില്ലേ, നെവർ സെറ്റിൽ ഈസ്റ്റർ എഗ് ഇപ്പം വരുന്നുണ്ട്. സോ ഈ ഫോണിൽ ലേറ്റസ്റ്റ് Android 15 ഉണ്ട്. അതിൻ്റെ മേളിൽ ഓക്സിജൻ OS 15 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആക്ച്വലി ഓൾറെഡി ഓക്സിജൻ OS 15 വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഓക്കെ, അതിലെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പാരലൽ ആനിമേഷൻ. എന്ന് വെച്ചാൽ ഒരു ആനിമേഷൻ ക്ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ സെക്കൻഡ് ആനിമേഷൻ ഓപ്പൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമല്ലോ, ഇത് ക്ലോസ് ആവുന്ന ആ ഒരു സമയത്തിന് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ആപ്ലിക്കേഷൻ്റെ ആനിമേഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് പാരലി ആനിമേഷൻ റൺ ചെയ്യാനുള്ള ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതാണോ എന്താണോ എന്നറിയില്ല, പക്ഷേ ആനിമേഷൻസ് ആർ സോ ബ്യൂട്ടിഫുൾ. ഐ തിങ്ക് ബെറ്റർ ദാൻ iOS ഫ്രാങ്ക്ലി. കാരണം ഞാൻ ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ല, iPhone 16 Pro ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനേക്കാളും ബെറ്റർ സ്റ്റെബിലിറ്റി, പിന്നെ ഒരു തരത്തിലുള്ള ബഗ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. യെസ്, ചെറിയ അവിടെ സ്റ്റട്ടേഴ്സ് ഡെയിലി ഒരു തവണയൊക്കെ ഉണ്ടാവും. ബാക്കി മേജർ ബഗ്സ്, അതായത് സ്റ്റക്ക് ആവുന്നു, അല്ലെങ്കിൽ ഫോഴ്സ് ക്ലോസ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്തിട്ട് ഒന്നും വർക്ക് ആവുന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ ഈ OnePlus 13 ഫേസ് ചെയ്തില്ല. ഓക്കെ, സോ എനിക്ക് OnePlusനോട് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഔട്ട് ഓഫ് ദ ബോക്സ് കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അപ്ഡേറ്റ് അയക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ലോക്ക് സ്ക്രീൻ ആൻഡ്
ഹോം സ്ക്രീൻ. ആ ഒരു ട്രാൻസിഷൻ കണ്ടോ, എന്ത് രസമാണ് അത്. ഇറ്റ്സ് വെരി നൈസ്. ഈവൻ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസും വളരെ നല്ലോണം അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അത് വളരെ വളരെ നല്ലതാണ്. പിന്നെ ഏകദേശം ഇതാ കണ്ടില്ലേ, 2.65 മില്യൺ ആണ് AnTuTu സ്കോർ. ഹൈ പെർഫോമൻസ് മോഡിലാണ് ഈ ഒരു സ്കോർ കിട്ടിയത്. അതിനുള്ള കാരണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അറിയാലോ. ദി മോസ്റ്റ് പവർഫുൾ Qualcomm Snapdragon 8 Elite ചിപ്സെറ്റ്, അതിനോടൊപ്പം തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയ LPDDR5X RAM ആൻഡ് UFS 4.0 സ്റ്റോറേജ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അമേസിംഗ് ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടിയത്. BGMI ഔട്ട് ഓഫ് ദ ബോക്സ് അൾട്രാ എക്സ്ട്രീം 120 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ്, അതായത് പറക്കുന്ന ഫീലാണ് കിട്ടുന്നത്. ഇറ്റ്സ് വെരി നൈസ് ടു പ്ലേ BGMI. ഈവൻ കുറച്ചും കൂടി ഹയർ അല്ലെങ്കിൽ കുറച്ചും കൂടി ടഫ് ഗെയിംസ്, അതായത് ഗെൻഷിൻ ഇമ്പാക്ട് ഞാൻ കളിച്ച് നോക്കിയിരുന്നു. 60 FPS ഇട്ട് കളിച്ചപ്പോൾ നല്ല സ്മൂത്ത് ഗെയിം പ്ലേ അവിടെയും കിട്ടുന്നുണ്ട്. ഞാൻ ഈയിടെ ഗെയിമിംഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ BGMI അല്ലെങ്കിൽ COD, പിന്നെ കുറച്ചുകൂടി ടഫ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗെൻഷിൻ ഇമ്പാക്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പം അങ്ങനെ മൊബൈൽ ഗെയിമിംഗ് ഒരുപാടൊന്നും ചെയ്യാറില്ല. സോ വേറെ ഏതെങ്കിലും ട്രെൻഡിങ് അല്ലെങ്കിൽ ഹോട്ടായ ഗെയിംസ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. പിന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും AI ഫീച്ചേഴ്സ് ഉണ്ടാവും. ഗൂഗിൾ ജെമിനി വരുന്നുണ്ട്, സർക്കിൾ ടു സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോട്ട്സ് ആപ്ലിക്കേഷൻ്റെ അകത്ത് ഈ കാണുന്ന AI ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർമാറ്റ് ചെയ്യാം, ക്ലീൻ അപ്പ് ചെയ്യാം, കുറച്ചും കൂടി പോളിഷ് ചെയ്തെടുക്കാം. കണ്ടിന്യൂ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതനുസരിച്ച് അതിനി എഴുതിക്കൊണ്ടിരിക്കും. എലാബറേറ്റ്, ഷോർട്ടൻ എല്ലാം അവിടെ ചെയ്യാൻ പറ്റും. അതായത് മറ്റു ഫോൺസിൽ, മറ്റു ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലുള്ള ഈ ടെക്സ്റ്റ് ബേസ്ഡ് AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെയും വരുന്നുണ്ട്. OnePlus ഈ ഒരു ഫോണിൽ 4 വർഷത്തെ OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ഓവറോൾ ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള ബ്ലോട്ട്വെയർ ഒന്നും ഞാൻ കണ്ടില്ല. ആപ്പിക്സ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇവരുടെ ആപ്പ് സ്റ്റോർ ആയിരിക്കും. അത് ഓപ്പോയിലും റിയൽമിയിലൊക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ ഓക്സിജൻ OS നിന്ന് ഒഴിവാക്കാമായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ഈ ആപ്പ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ ആണ്. 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന LTPO 4.1 ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സോ അത് കണ്ടില്ലേ, 1 Hz to 120 Hz റിഫ്രഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. HDR ആൻഡ് ഡോൾബി വിഷൻ സർട്ടിഫിക്കേഷനുമായാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ HDR ആൻഡ് ഡോൾബി വിഷൻ ഈവൻ നെറ്റ്ഫ്ലിക്സിലും ആസ്വദിക്കാം. ഈ ഡിസ്പ്ലേയുടെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ ഈ OnePlus 12 ഉണ്ടല്ലോ, ഇതിലുള്ള എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് സ്പെക്സ് നോക്കുമ്പോൾ. എന്നാൽ ഇത്തവണ ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്ന ആ ഒരു ക്വാഡ് കർവ്ഡ് സെറ്റപ്പ് ഉണ്ടല്ലോ, അതായത് ലെഫ്റ്റിനും റൈറ്റിലും മാത്രമല്ല ഈവൻ താഴെ മേളിലായിട്ട് ചെറിയ രീതിയിലുള്ള കർവ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഒരുപാട് ഫോൺസിൽ ഈ വർഷം ഈ ഒരു ക്വാഡ് കർവ് ഡിസ്പ്ലേ വരും. പിന്നെ കഴിഞ്ഞ വർഷം തന്ന ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ എടുത്ത് മാറ്റിയിട്ട് ഇത്തവണ കുറച്ചും കൂടി സെക്യൂറും കുറച്ചും കൂടി ഫാസ്റ്റ് ആയ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് തന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി സെക്യൂർ ആണ് എന്ന് പറയാനുള്ള കാരണം ഫിംഗർ പ്രിന്റിന്റെ ഒരു 3D ഇമേജ് ആണ് സേവ് ചെയ്ത് വെക്കുന്നത്. സോ കുറച്ചും കൂടി സെക്യൂർ ആണ്. പ്ലസ് നല്ല ഓഡിയോ ക്വാളിറ്റി, നല്ല സൗണ്ട് ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു OnePlus ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് പരാമർശിക്കുമ്പോൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ബ്രോ എപ്പോഴാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. സോ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിച്ച ഒരു ഇഷ്യൂ ആണ്, വളരെ വൃത്തിയായിട്ടൊരു ഇഷ്യൂ ആണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. എന്നാൽ ഈ സ്റ്റാർ ലൈറ്റ് പ്രോജക്റ്റ് അനുസരിച്ച് ഈ OnePlus 13ന്റെ ഡിസ്പ്ലേക്ക് ഗ്രീൻ ലൈൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ OnePlus 13 ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം വാറന്റി കിട്ടും. അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം നിങ്ങളുടെ OnePlus 13ൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം വാറന്റിയാണ്. നിങ്ങൾ നേരെ സർവീസ് സെന്ററിൽ പോയാൽ മതി, ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കിട്ടും എന്നാണ് OnePlus പറയുന്നത്. 50 മെഗാ പിക്സൽ സോണി LYT808 സെൻസർ ഉള്ള മെയിൻ ക്യാമറ, 3x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന 50 മെഗാ പിക്സൽ സോണി LYT600 സെൻസർ ഉള്ള ടെലിഫോട്ടോ ക്യാമറ. ഈ രണ്ട് ക്യാമറകളും OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തേർഡ് ക്യാമറയാണ് 50 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് ക്യാമറ. പിന്നെ അറിയാലോ, OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് ഹാസൽബ്ലാഡിന്റെ കൊളാബറേഷനിലാണ് വരുന്നത്. ക്യാമറ ഓപ്റ്റിമൈസേഷനിൽ വന്ന ഇംപ്രൂവ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് 8 Elite ചിപ്സെറ്റ് ആവാം, എന്താണെന്ന് അറിയില്ല. പക്ഷേ OnePlus 11 ആൻഡ് ഈവൻ OnePlus 12 വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ക്യാമറ ഔട്ട്പുട്ട് ആണ് ഈ ഫോണിൽ കിട്ടിയത്. എന്ന് വെച്ചാൽ ഈ ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് ട്രൂ ഫ്ലാഗ്ഷിപ്പ്, അതായത് ഒന്നെങ്കിൽ സാംസങ്ങിന്റെ അൾട്ര, അല്ലെങ്കിൽ ഐഫോണിന്റെ പ്രോ, അല്ലെങ്കിൽ പ്രോ മാക്സ്, വിവോയുടെ X200 Pro, ആ ലെവലിലുള്ള ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ഇവിടെ കിട്ടുന്നില്ല. എന്നാൽ ഈ ഫോണിന്റെ പ്രൈസും 1 lakh and 1 lakh above അല്ലല്ലോ. കളേഴ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും ഈവൻ ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഫോൺ വെച്ച് ഇതാ കണ്ടില്ലേ, 1x, 2x, 3x ആൻഡ് ഈവൻ 6x വരെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ, ഡിഫോൾട്ട് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈവൻ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് നമ്മൾ 6x സൂം ചെയ്യുമ്പോഴും അതാ കണ്ടില്ലേ, നല്ല ഡീറ്റെയിൽ ഉള്ള ഫോട്ടോ ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സജഷൻ ഉണ്ട്, ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ നമുക്ക് 1x, 2x ആൻഡ് 3x വരെ മാത്രമേ സൂം ചെയ്യാൻ പറ്റുള്ളൂ. ആ 3xന്റെ മേളിൽ ഒന്നോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു സൂം കൂടെ കിട്ടും, 85mm വരെ. എന്നാൽ 6x എന്ന് പറയുമ്പോൾ ഏകദേശം 146mm ആണ്. ഇത്രയും പവർഫുൾ ആയ ഒരു ചിപ്സെറ്റ് ഉണ്ട്. OnePlusന്റെ ഏറ്റവും വില കൂടിയ ഫോണാണ്. വേണമെങ്കിൽ ആ ഒരു 6x പോർട്രേറ്റും കൂടെ തരാമായിരുന്നു ആക്ച്വലി. പിന്നെ ചില ഫോട്ടോസിൽ എന്താണെന്ന് അറിയില്ല, സ്കിന്നിൽ ഈ ഫോട്ടോ കണ്ടോ, എൻ്റെ കവളിൻ്റെ മേളിൽ കുറച്ച് വൈറ്റിഷ്, ഒരു ഭയങ്കരമായിട്ട് ലൈറ്റ് നല്ലോണം കൺട്രോൾ
ചെയ്യാത്ത രീതിയിലുള്ള ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, ഇതും ഇമ്പ്രൂവ് ചെയ്യണം ആക്ച്വലി. നോർമൽ ഫോട്ടോസിലില്ല, കണ്ടില്ലേ, നോർമൽ ഫോട്ടോസ് ഓക്കെയാണ്, എന്നാൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോഴാണ് ഈ ചെറിയൊരു വെളുപ്പിക്കൽ വരുന്നത്. ഇനി ഓവറോൾ പോർട്രേറ്റ് ഫോട്ടോസിലുള്ള എഫക്റ്റ് നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും കട്ടൗട്ട് ആണെങ്കിലും ഓക്കെ ആയിട്ട് തോന്നി. നല്ല ബ്രൈറ്റ് ഫോട്ടോസ് ആണ് തരുന്നത്. എനിക്ക് കണ്ടിട്ട് ഓപ്പോയുടെ ഒരു ഫോട്ടോഗ്രാഫി ഒരു പെർഫോമൻസ് പോലെയാണ് തോന്നിയത്. നല്ല ബ്രൈറ്റ് കളർഫുൾ ഫോട്ടോസ് ആണ് കിട്ടുന്നത്. അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ഓക്കെ ആണ്. ഡീറ്റെയിൽസ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മാക്രോ ഫോട്ടോസ് ഗുഡ് ആണ് ആക്ച്വലി. വിവോയുടെ X200 Proയുടെ മാക്രോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു ഫോണിൻ്റെ മാക്രോ ഇഷ്ടപ്പെടില്ല. ഓക്കെ, എനിവേ മാക്രോ ഉണ്ട്, മാക്രോ മോഡ് ഉണ്ട്, നമുക്ക് സൂം ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ റിസൾട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഇറ്റ്സ് ഗുഡ്. സെൽഫി ഫോട്ടോസിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് OnePlus 11ന്റെ സെൽഫി വാസ് വെരി ബാഡ് ആക്ച്വലി. എനിവേ OnePlus 13 വരുമ്പോഴേക്കും ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നല്ല സെൽഫി പെർഫോമൻസ് ആണ്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ലൈറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ്, നല്ല ഡീറ്റെയിൽസ് ഉള്ള നല്ല സ്കിൻ ടോൺ ഉള്ള ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ലോ ലൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ നിന്ന് ഭയങ്കര ലൈറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ചെറിയൊരു സോഫ്റ്റ്നെസ് ഫേസിൽ കയറി വരുന്നുണ്ട്. പിന്നെ ബാക്ക് ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 4K 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും, നല്ലതാണ്. റിയർ ക്യാമറ വെച്ച് മാക്സിമം 8K 30 FPS പോസിബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ റിയർ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 1080p റെസൊല്യൂഷനിൽ ഇത്തരത്തിലുള്ള ബൊക്കെ വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് 4Kയിൽ എടുക്കാൻ പറ്റണം. ഞാൻ വീണ്ടും പറയുകയാണ്, കാരണം ഇത്രയും പവർഫുൾ ഒരു ചിപ്സെറ്റ് ആയതുകൊണ്ട് നല്ല പവർഫുൾ ISP ചിപ്സെറ്റ് ഉണ്ട്. ISP എന്ന് പറയുമ്പോൾ ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, അത്രയും പവർഫുൾ ഒരു ISP ഇവിടെ ഉള്ളതുകൊണ്ട് ഈസിലി 4Kയിൽ ബൊക്കെ വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോ എടുക്കാൻ പറ്റേണ്ടതാണ്. സോ 1080pയിൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 4K റെസൊല്യൂഷനിൽ ഇതിൻ്റെ ബാക്കിലുള്ള 3 ക്യാമറകളും വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോൾബി വിഷനിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് കൂട്ടി തരുന്ന AI ഡീറ്റെയിൽഡ് ബൂസ്റ്റ്, അനാവശ്യമായ ഓബ്ജക്ട്സ് എടുത്ത് കളയുന്ന AI ഇറേസർ, ചെറിയ രീതിയിൽ ബ്ലറായി ഇരിക്കുന്ന ഫോട്ടോസ് അൺബ്ലർ ആക്കാൻ വേണ്ടി AI അൺബ്ലർ. പിന്നെ ഇതാ കണ്ടില്ലേ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്തുള്ള ഓബ്ജക്ട്സിൻ്റെ ഫോട്ടോ ഇപ്പുറത്ത് നിന്ന് എടുക്കാൻ നോക്കുകയാണ്. സോ തീർച്ചയായിട്ടും റിഫ്ലക്ഷൻ വരും. ഈ റിഫ്ലക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇതാ കണ്ടില്ലേ, ഇതിലുള്ള ഈ AI റിഫ്ലക്ഷൻ ഇറേസർ ടൂൾ വെച്ച് എടുത്ത് കളയാൻ പറ്റും. വളരെ നല്ലോണം വർക്കാവുന്നുണ്ട്, കണ്ടില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. 6000 mAh യമണ്ടൻ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സിൽ 100 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജറും വരുന്നുണ്ട്. പിന്നെ ഏത് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണെങ്കിലും നിർബന്ധമായിട്ട് അതിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഫീച്ചറാണ് വയർലെസ് ചാർജിങ്. സോ ഇവിടെ വയർലെസ് ചാർജിങ് വേണ്ടിയുള്ള സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. 50 വാട്ടിൻ്റെ എയർ വൂക്ക് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക്കലി OnePlusന്റെ 50 വാട്ടിൻ്റെ എയർ വൂക്ക് ചാർജർ. ഓക്കെ, ഇത് ബേസിക്കലി മാഗ്നറ്റിക് ചാർജറാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ മാഗ്നറ്റ് ഇല്ലല്ലോ. സോ ഇവിടെ നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ചാർജ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ ഫിക്സ് ആയിരിക്കില്ല. അതിന് വേണ്ടിയാണ് ഞാൻ മുൻപ് കാണിച്ചു തന്ന ആ ഒരു സ്പെഷ്യൽ കേസ് ഇതാ. സോ ഈ കേസ് ഓർമ്മ ഉണ്ടല്ലോ, ഈ കേസ് ബേസിക്കലി മാഗ്നറ്റിക് ആണ്. സോ ഇതാണ്ടില്ല, ഫിക്സ് ആയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇത് പ്ലേസ് ചെയ്താൽ ഇവിടെ ഇരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 50 വാട്ടിൽ വയർലെസ്ലി ചാർജ് ചെയ്യാൻ പറ്റും. ഇതും സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും, ഈ കേസും സെപ്പറേറ്റ്ലി വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, ബോക്സിൽ കിട്ടൂല. ലേറ്റസ്റ്റ് Wi-Fi 7 ആൻഡ് ബ്ലൂടൂത്ത് 5.4 വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. NFC ഉണ്ട്. സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള AC TV കൺട്രോൾ ചെയ്യാൻ വേണ്ടി IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ കാണുന്ന Type-C പോർട്ട് USB 3.2 Gen 1 ആണ്. സോ നിങ്ങൾക്ക് ഈസിലി ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം. കൂടിയ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡും കിട്ടും. സോ ഓവറോൾ എനിക്ക് ഈ ഒരു OnePlus 13 എൻ്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ എന്നൊക്കെ പറയാൻ പറ്റും. ഈ ഇനീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ദിവസം ഞാൻ ഉപയോഗിച്ചല്ലോ, ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ. ഞാൻ പറഞ്ഞല്ലോ, ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ. തീർച്ചയായിട്ടും ആ ക്യാമറ മാത്രം ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ എന്ന് പറയാൻ പറ്റൂല, പക്ഷേ ബാക്കി എലമെൻറ്റ്സ് ഒക്കെ പ്രോപ്പർ ട്രൂ ഫ്ലാഗ്ഷിപ്പ് ആണ്. ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ. ഐ എം വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി വിത്ത് ദിസ് ഫോൺ. പിന്നെ ഈ ഒരു വീഡിയോ ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് പ്രൈസ് എനിക്ക് അറിയില്ല. ഓക്കെ, ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ടാവില്ല. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് പ്രൈസ് ഇട്ട് തരാം. കഴിഞ്ഞിട്ടില്ല, ഇവിടെ മറ്റൊരു ആശാൻ കൂടി ഇരിപ്പുണ്ട്. ഇതാ OnePlus 13R. ഓക്കെ, ഇതിൻ്റെ വീഡിയോ 10-ാം തീയതി വരുന്നുണ്ട്. ഇത് ഒരു ബെസ്റ്റ് സെല്ലർ ഫോൺ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം ഞാൻ 10-ാം തീയതി പറഞ്ഞു തരാം. ഓക്കെ, സോ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.